പുതുവർഷ പുലരിയിൽ ഇന്ധനവില വർദ്ധിപ്പിച്ചത് സാധാരണക്കാർക്ക് തിരിച്ചടിയായി. ബസ് ഉടമകൾ സമരത്തിന് ഒരുങ്ങുന്നതിനിടെ ഇന്ധനവില വീണ്ടും വർദ്ധിപ്പിച്ചത് പ്രതിഷേധത്തിനിടയാക്കി. ATMകളിൽ നിന്ന് 4500 രൂപ പിൻവലിക്കാമെന്ന പ്രഖ്യാപനം പൂർണ്ണമായും നടപ്പിലായില്ല. നോട്ട് നിയന്ത്രണത്തിന്റെ ആഘാത പഠനവുമായി CITU ജില്ലാ കമ്മിറ്റി രംഗത്ത്. ആഘോഷത്തോടെയും ആവേശത്തോടെയും പ്രതീക്ഷ നിറഞ്ഞ പുതുവത്സരത്തെ വരവേറ്റു. നോട്ട് ക്ഷാമം ഉടനെങ്ങും തീരില്ലെന്ന ആശങ്കയിൽ ജനങ്ങൾ. പുതുവത്സരാഘോഷത്തോടനുബന്ധിച്ച് മദ്യപിച്ച് വാഹനമോടിച്ച് 150ഓളം പേർ പോലീസ് പിടിയിലായി. ഏറ്റവും കൂടുതൽ പേർ പിടിയിലായത് തൃശൂർ ഈസ്റ്റ് സ്റ്റേഷൻ പരിധിയിൽ. നമസ്കാരം, തൃശൂർ റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. വിശദമായ വാർത്തകൾ. പുതുവർഷ പുലരിയിൽ ഇന്ധനവില വർദ്ധിപ്പിച്ചത് സാധാരണക്കാർക്ക് ഇരുട്ടടിയായി. കറൻസി ക്ഷാമം തുടരുന്നതിനിടയിലാണ് ഇന്ധനവിലയിൽ വർധനവ് വന്നത്. എണ്ണക്കമ്പനികൾ സബ്സിഡി നിരക്കിലുള്ള പാചകവാതക വില വർദ്ധിപ്പിച്ചത് 2 രൂപയാണ്. കഴിഞ്ഞ വർഷം ജനുവരി 1-നും പാചകവാതകത്തിന് വില വർദ്ധിപ്പിച്ചിരുന്നു. കഴിഞ്ഞ 7 മാസത്തിനിടെ 8ാം തവണയാണ് പാചകവാതകത്തിന് വില കൂട്ടുന്നത്. മണ്ണെണ്ണ ലിറ്റർ 1-ന് 26 പൈസയും വർദ്ധിപ്പിച്ചിരുന്നു. പുതുവർഷ ദിനത്തിൽ ഇന്ധനവില വർദ്ധിപ്പിച്ചത് ജനങ്ങൾക്ക് തിരിച്ചടിയായി. പെട്രോൾ ലിറ്ററിന് 1 രൂപ 29 പൈസയും ഡീസൽ ലിറ്ററിന് 97 പൈസയുമാണ് വർദ്ധിപ്പിച്ചത്. അതേസമയം ഇന്ധനവില അടിക്കടി വർദ്ധിപ്പിക്കുന്നത് വ്യാപക പ്രതിഷേധത്തിനിടയാക്കുന്നുണ്ട്. കഴിഞ്ഞയാഴ്ച ഇന്ധനവില വർദ്ധിപ്പിച്ചതിനെ തുടർന്ന് സ്വകാര്യ ബസ് ഉടമകൾ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. ഇന്ധനവില വർധനവിന് ആനുപാതികമായി സ്വകാര്യ ബസ് ചാർജ് നിരക്ക് വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ബസ് ഉടമകൾ വീണ്ടും രംഗത്തെത്തിയിട്ടുണ്ട്. ബസ് ചാർജ് വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന വ്യാപകമായി ബസ് ഉടമകൾ സമരത്തിന് ഒരുങ്ങുന്നതിനിടയിലാണ് ഇന്ധനവില വീണ്ടും വർദ്ധിപ്പിച്ചത്. ഇത് പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട്. ATMകളിൽ നിന്ന് 4500 രൂപ പിൻവലിക്കാമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും ഇത് ഭാഗികമായി മാത്രമേ പ്രാവർത്തികമാകുന്നുള്ളൂ എന്ന ആക്ഷേപം. അതേസമയം നോട്ട് നിയന്ത്രണത്തിന്റെ ആഘാത പഠനവുമായി CITU ജില്ലാ കമ്മിറ്റി രംഗത്തെത്തി. ATMകൾ മുഖേന നോട്ട് പിൻവലിക്കാനുള്ള പരിധി കഴിഞ്ഞ ദിവസം റിസർവ് ബാങ്ക് ഉയർത്തിയെങ്കിലും പല ATMകളിലും ഇതിനാവശ്യമായ ക്രമീകരണം ഇനിയും സജ്ജമായിട്ടില്ലെന്നാണ് ആക്ഷേപം. 1-ാം തീയതി മുതൽ 4500 രൂപ വീതം പിൻവലിക്കാമെന്നായിരുന്നു പ്രഖ്യാപനം. എന്നാൽ ത്രൈമാസാവസാനവും ഞായറാഴ്ച അവധിയായതുമൂലം പല ബാങ്കുകൾക്കും ഇതിനായുള്ള ക്രമീകരണം പൂർത്തിയാക്കാനായിട്ടില്ല. 4500 രൂപ പിൻവലിക്കുമ്പോൾ കാര്യമായി ചില്ലറ ലഭിക്കുന്നില്ലെന്നതും 2000ന്റെ നോട്ടുകൾ ലഭിക്കുന്നതുമാണ് സാധാരണക്കാരൻ നേരിടുന്ന മറ്റൊരു പ്രതിസന്ധി. ആവശ്യത്തിന് 100 രൂപയുടെയും 500 രൂപയുടെയും നോട്ടുകൾ ലഭിക്കാത്തതുമൂലം മിക്ക ബാങ്കുകളും 2000 രൂപ നോട്ടുകളാണ് ATM മുഖേന ലഭ്യമാക്കുന്നത്. അതേസമയം നോട്ട് അസാധുവാക്കിയ ശേഷമുള്ള പ്രത്യാഘാതം സാധാരണക്കാരനെ എങ്ങനെ ബാധിച്ചുവെന്ന പഠനമാണ് CITU ജില്ലാ കമ്മിറ്റി നടത്തുന്നത്. കാർഷിക സർവകലാശാല, ഡോക്ടർ ജോൺ മത്തായി സെന്റർ, ജില്ലയിലെ വിവിധ കോളേജുകൾ എന്നിവയുടെ സഹകരണത്തോടെയാണ് പഠനം നടത്തുന്നത്. ജില്ലയിലെ പഠനം പൂർത്തിയാക്കി റിപ്പോർട്ട് തയ്യാറാക്കാനാണ് ജില്ലാ ആസൂത്രണ സമിതി വിദഗ്ധ അംഗമായ ഡോക്ടർ MN സുധാകരന്റെ നേതൃത്വത്തിലുള്ള കോർ കമ്മിറ്റി ലക്ഷ്യമിടുന്നത്. ന്യൂസ് ഡെസ്ക് TCV. 2016 നാട് വിട നൽകി. പ്രതീക്ഷ നിറഞ്ഞ പുതുവത്സരത്തെ ആഘോഷത്തോടെയും ആവേശത്തോടെയുമാണ് ഏവരും ഏറ്റുവാങ്ങിയത്. നോട്ട് അസാധുവാക്കിയ ശേഷമുണ്ടായ സാമ്പത്തിക പ്രതിസന്ധിയുടെയും ആശങ്കയുടെയും കാർമേഘങ്ങൾക്കിടയിലാണ് 2017 സമാഗതമായത്. പ്രധാനമന്ത്രിയുടെ പുതുവർഷ സന്ദേശത്തിലെ സമാശ്വാസ പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷയോടെ ഏറ്റെടുക്കുമ്പോഴും നോട്ട് ക്ഷാമം ഉടനെയൊന്നും തീരില്ലെന്ന സൂചന പുതുവർഷത്തെയും അല്പം ആശങ്കയിലാഴ്ത്തുന്നുണ്ട്. ആർഭാടം അല്പം കുറച്ചാണെങ്കിലും പതിവ് പോലെയുള്ള ആഘോഷങ്ങൾക്ക് കാര്യമായ മാറ്റമൊന്നുമില്ലാതെയാണ് നാട് പുതുവർഷത്തെ വരവേറ്റത്. വിവിധ ഹോട്ടലുകളിലും ക്ലബ്ബുകളിലും സ്ഥാപനങ്ങളിലും റെസിഡൻസ് അസോസിയേഷൻ കൂട്ടായ്മകളിലും വിവിധ സംഘടനകളുടെ ആഭിമുഖ്യത്തിലുമെല്ലാം കലാവിരുന്നോടെയുള്ള പുതുവർഷാഘോഷങ്ങളും പാർട്ടികളും അരങ്ങേറി. പോലീസിന്റെ കർശന നിയന്ത്രണമുണ്ടായിരുന്നതിനാൽ ആഘോഷങ്ങൾ അതിരുവിടാതെ ഒരുക്കാൻ ഏവരും പരിശ്രമിച്ചു. അതിനാൽ തന്നെ അനിഷ്ട സംഭവങ്ങൾ കാര്യമായൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ക്രൈസ്തവ ദേവാലയങ്ങളിൽ പുതുവർഷത്തോടനുബന്ധിച്ചുള്ള തിരുക്കർമ്മങ്ങളും പാതിര കുർബാനയും നടന്നു. പുതുവർഷ പിറവിയെ ഫാൻസി വെടിക്കെട്ടോടെയാണ് മിക്കവരും വരവേറ്റത്. 2016 വിടചൊല്ലുന്നതിന്റെ പ്രതീകാത്മക അവതരണത്തിന്റെ ഭാഗമായി പഴയ മനുഷ്യനെ അഗ്നിക്കിരയാക്കുന്ന ചടങ്ങും വിവിധയിടങ്ങളിൽ ഉണ്ടായി. മദ്യപിച്ച് വാഹനമോടിച്ച് പോലീസിന്റെ പിടിയിലായവരും കുറവല്ലായിരുന്നു. ആഴ്ചയുടെയും മാസത്തിന്റെയും വർഷത്തിന്റെയും അവസാന ദിവസത്തിന് വിട നൽകിയാണ് ഏവരും ഇത്തവണ പുതുവർഷത്തെ ആവേശപൂർവ്വം വരവേറ്റത്. ന്യൂസ് ഡെസ്ക് TCV. നവവത്സരത്തെ വരവേൽക്കാൻ സംഗീത ആൽബം ഒരുക്കിയിരിക്കുകയാണ് ഒരു കൂട്ടം കലാകാരന്മാർ. പുതുമ എന്ന പേരിൽ ഹരിപ്പി നായരാണ് ആൽബം അണിയിച്ചൊരുക്കിയത്. മലയാളത്തിന് മനസ്സ് നിറഞ്ഞ നവവത്സരാശംസകൾ.
പുതുവർഷത്തിന്റെ യഥാർത്ഥ ആഘോഷം നടന്നത് സോഷ്യൽ മീഡിയകളിലാണ്. അനിമേഷനുകളും കാർട്ടൂണുകളും സിനിമാ ഡയലോഗുകളും കൂട്ടിയിണക്കിയ പുതുവർഷാഘോഷങ്ങൾ കൈമാറിയാണ് സാമൂഹിക മാധ്യമങ്ങൾ പുതുവർഷത്തെ അവിസ്മരണീയമാക്കിയത്. വർണ്ണാഭമായ ആനിമേഷൻ വീഡിയോകളിലൂടെ ആശംസകൾ പങ്കുവയ്ക്കുന്നവരുടെ മത്സരമായിരുന്നു സോഷ്യൽ മീഡിയകളിൽ എങ്ങും പ്രകടമായത്. പുതുവത്സരത്തിനായി ആരാണ് ഇത്രയധികം ആനിമേഷൻ വീഡിയോകൾ തയ്യാറാക്കുന്നതെന്ന് ആർക്കും സംശയം തോന്നുന്നത്ര ആശംസാ വീഡിയോകളാണ് ന്യൂ ഇയർ ദിനത്തിൽ പ്രവഹിച്ചത്. വാട്സാപ്പിലൂടെ ഒഴുകിയെത്തിയ ആശംസകൾ ഡിലീറ്റ് ചെയ്യാൻ മിക്കവർക്കും കൂലിക്ക് ആളെ വെക്കേണ്ട അവസ്ഥയാണ്. അപ്പൊ എന്താ ന്യൂ ഇയർ പരിപാടി? അതെ, നമുക്ക് ഈ കേക്ക് കഴിച്ചാലോ? ഇപ്പൊ എന്താ ഉണ്ടായേ? എന്തിനാ ആളുകൾ പടക്കം പൊട്ടിച്ചേ? ഒന്ന് നിവർന്ന് നിൽക്കാൻ പോലും നേരം കിട്ടാതെ ഈ ജീവിതത്തിനിടയിൽ വീണ് കിട്ടുന്ന ഇത്തരം സന്ദർഭങ്ങൾ ആഘോഷിച്ചില്ല പിന്നെ എന്തോന്ന് ജീവിതം. നോട്ട് പ്രതിസന്ധി വിഷയമാക്കിയ ന്യൂ ഇയർ വീഡിയോയായിരുന്നു ഇത്തവണത്തെ പുതുമകളിലൊന്ന്. കള്ളുകുടിയന്മാർക്കായി മോഹൻലാലിന്റെ 6-ാം തമ്പുരാനിലെ ഹിറ്റ് ഡയലോഗായിരുന്നു ന്യൂ ഇയർ ആഘോഷവേളയിൽ ഏറെ ഷെയർ ചെയ്യപ്പെട്ടത്. ഇത് ആഘോഷത്തിന്റെ രാത്രിയാണ്. തലയ്ക്ക് വെളിവും കാലിന് ബലവുമുള്ള ഒരാള് പോലും ഇന്നിവിടം വിട്ടു പോകരുത്. ഇതുകൂടാതെ വിവിധ കാർട്ടൂൺ കഥാപാത്രങ്ങളെ കൂട്ടുപിടിച്ചുള്ള രസകരമായ ന്യൂ ഇയർ വീഡിയോകളും ഏറെയായിരുന്നു. ഗായകൻ വേണുഗോപാൽ സംഗീതസാന്ദ്രമായ ന്യൂ ഇയർ വീഡിയോയാണ് പുറത്തിറക്കിയത്. എന്തായാലും പുതുവർഷാശംസകൾ കൊണ്ട് മിക്കവരുടെയും മൊബൈൽ ഗാലറി നിറഞ്ഞു കവിഞ്ഞുവെന്നതാണ് ഇത്തവണത്തെ സവിശേഷത. വാട്സാപ്പിലൂടെ പകർന്നൊഴുകിയ ആശംസാ വീഡിയോകളിലൂടെ പുതുവത്സരത്തെ പുതിയ കാലം പുതിയ രീതിയിൽ അടയാളപ്പെടുത്തുന്ന കാഴ്ച കൂടിയായിരുന്നു പ്രകടമായത്. എല്ലാ ലോക മലയാളികളെയും പോലെ ഞാനും വെള്ളമടിച്ച് വെള്ളമടി നിർത്തുന്നു. അത് തന്നെ പരിപാടി. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ന്യൂസ് ഡെസ്ക് TCV. കലാഭവൻ മണിയുടെ 47-ാം ജന്മദിനത്തിൽ ഒരിക്കൽ കൂടി കൂട്ടുകാർ ഒത്തുചേർന്ന് സ്മരണകൾ പങ്കുവച്ചു. തെരുവിൽ ഛായാചിത്രം പ്രദർശിപ്പിച്ചും അതിൽ പുഷ്പാർച്ചന നടത്തിയും തങ്ങളുടെ എല്ലാമായിരുന്ന പ്രിയ തോഴന്റെ വിങ്ങുന്ന സ്മരണകളെ സാക്ഷി നിർത്തി കലാഭവൻ മണിയുടെ കൂട്ടുകാർ അദ്ദേഹത്തിന്റെ ജന്മദിനത്തിൽ ശ്രദ്ധാഞ്ജലികൾ അർപ്പിച്ചു. ഒപ്പം ചാലക്കുടിക്കാരൻ ചങ്ങാതിയുടെ പാടിപ്പതിഞ്ഞ നാടൻ പാട്ടുകളും ഉച്ചഭാഷണയിലൂടെ ഒഴുകിയെത്തി. പോലീസ് സ്റ്റേഷൻ റോഡിലായിരുന്നു ഇക്കാലമത്രയും മണിയുടെ നിഴലായി നടന്നിരുന്ന സുഹൃത്തുക്കൾ ആദരത്തിനായി വേദിയൊരുക്കിയത്. മുൻ നഗരസഭാ കൌൺസിലർ CS സുരേഷിന്റേതായിരുന്നു നേതൃത്വം. ഇവർക്കൊപ്പമാണ് ജനുവരി 1-ന് സ്ഥിരമായി മണി തന്റെ ജന്മദിനങ്ങൾ ആഘോഷമാക്കിയിരുന്നത്. എന്നേക്കുമായി തങ്ങളെ വിട്ടുപിരിഞ്ഞ കലാകാരന് ഓർമ്മകളിലൂടെ ആദരം പ്രകടിപ്പിക്കാനായിരുന്നു കൂട്ടുകാരുടെ ഒത്തുകൂടൽ. പുതുവത്സരാഘോഷത്തോടനുബന്ധിച്ച് തൃശൂർ സിറ്റി പരിധിയിൽ മദ്യപിച്ച് വാഹനമോടിച്ച 150ഓളം പേർ പോലീസ് പിടിയിലായി. തൃശൂർ ഈസ്റ്റ് സ്റ്റേഷൻ പരിധിയിലാണ് ഏറ്റവും കൂടുതൽ പേർ പിടിയിലായത്. ഇവിടെ 43 പേരെ പോലീസ് പിടികൂടി. തൃശൂർ വെസ്റ്റ് സ്റ്റേഷൻ പരിധിയിൽ 28, മണ്ണുത്തി സ്റ്റേഷൻ പരിധിയിൽ 10, പീച്ചി സ്റ്റേഷൻ പരിധിയിൽ 12, മെഡിക്കൽ കോളേജ് സ്റ്റേഷൻ പരിധിയിൽ 15, നെടുപുഴ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 12, വിയൂർ സ്റ്റേഷൻ പരിധിയിൽ 18, പേരാമംഗലം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 6 പേർ വീതമാണ് പിടിയിലായത്. ഇടവേള. തൃശൂർ മുണ്ടൂർ റൂട്ടിൽ 2 വ്യത്യസ്ത വാഹന അപകടങ്ങളിൽ 6 പേർക്ക് പരിക്കേറ്റു. മുണ്ടൂരിൽ ദമ്പതികൾ സഞ്ചരിച്ചിരുന്ന സ്വിഫ്റ്റ് കാർ നിയന്ത്രണം വിട്ട് കടവരാന്തയിൽ ഇടിച്ചുകയറി കാർ തലകീഴായി മറിഞ്ഞു. ഞായറാഴ്ച പുലർച്ചെയായിരുന്നു അപകടം. റോഡിനോട് ചേർന്നുള്ള ഉപയോഗശൂന്യമായ കിണറിന് സമീപമാണ് കാർ തലകീഴായി മറിഞ്ഞു നിന്നത്. ഇതുമൂലം വൻ ദുരന്തമൊഴിവായി. കാറിലുണ്ടായിരുന്ന സ്ത്രീയുടെ ബഹളം കേട്ടാണ് സമീപവാസികൾ രക്ഷാപ്രവർത്തനത്തിനെത്തിയത്. മനപ്പടിയിൽ ബസ്സിന് പിറകിൽ ടാറ്റ സുമോ ഇടിച്ച് 6 പേർക്കും പരിക്കേറ്റു. കണ്ണൂരിൽ നിന്ന് എറണാകുളത്തേക്ക് പോയിരുന്ന സംഘം സഞ്ചരിച്ചിരുന്ന ടാറ്റ സുമോയാണ് ബസ്സിനടിയിലേക്ക് ഇടിച്ചു കയറിയത്. കണ്ണൂർ സെന്റ് തെരേസാസ് കോളേജിലെ 3 കന്യാസ്ത്രീകൾക്കും ഡ്രൈവർക്കും ബസ്സിലെ 2 യാത്രക്കാർക്കുമാണ് പരിക്കേറ്റത്. ഇവരെ അമല ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ജില്ലയിൽ വീണ്ടും ഭൂചലനം. ജില്ലയുടെ അതിർത്തി പ്രദേശമായ ദേശമംഗലം, വരവൂർ, ആറങ്ങോട്ടുകര എന്നീ പ്രദേശങ്ങളിൽ നേരിയ ഭൂചലനം അനുഭവപ്പെട്ടു. ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് 3:30ഓടെയാണ് വലിയ ശബ്ദത്തോടെ മുഴക്കം കേട്ടത്. ചെറിയ രീതിയിൽ വിറയലുമുണ്ടായി. ജില്ലയുടെ ഈ പ്രദേശങ്ങളിൽ സ്ഥിരമായി ചലനങ്ങൾ ഉണ്ടാകാറുണ്ട്. ഭൂചലനത്തെ തുടർന്ന് നാട്ടുകാർ ആശങ്കയിലാണ് കഴിയുന്നത്. കഴിഞ്ഞ ഒക്ടോബർ 25-ന് ഭൂചലനം അനുഭവപ്പെട്ടിരുന്നു. വരവൂരിലായിരുന്നു ഭൂചലനത്തിന്റെ പ്രഭവസ്ഥാനം. റിക്ടർ സ്കെയിലിൽ 2.4 ആണ് അന്ന് രേഖപ്പെടുത്തിയത്. ജില്ലയിൽ തുടർച്ചയായി ഭൂചലനം അനുഭവപ്പെടുന്നതിനെക്കുറിച്ച് പഠിക്കുന്നതിനായി വർഷങ്ങൾക്ക് മുൻപ് ഭൗമശാസ്ത്ര സംഘത്തെ ചുമതലപ്പെടുത്തിയിരുന്നു. എന്നാൽ വർഷങ്ങളായി ഇത് സംബന്ധിച്ച ഫയൽ ചുവപ്പുനാടയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. നേരത്തെ ജില്ലാ കളക്ടറായിരുന്ന ഡോക്ടർ M. ബീനയാണ് പഠന സംഘത്തെ നിയോഗിച്ചത്.
ദേശീയപാത കല്ലിടുക്കിൽ സ്വകാര്യ ബസും കാറും കൂട്ടിയിടിച്ച് 1 മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു. ഞായറാഴ്ച ഉച്ചയ്ക്ക് 2:30യോടെയാണ് അപകടം നടന്നത്. തൃശൂർ പട്ടിക്കാട് റൂട്ടിലോടുന്ന മോൻസി ബസാണ് അപകടത്തിൽപ്പെട്ടത്. ഹൈവേ പോലീസ് എത്തി ഗതാഗതം നിയന്ത്രിച്ചു. യാക്കോബായ സുറിയാനി സഭ തൃശൂർ ഭദ്രാസനം പുതിയതായി നിർമ്മിച്ച ആസ്ഥാന മന്ദിരത്തിന്റെ കൂദാശയും ഭദ്രാസനം മെത്രാപ്പോലിത്തയുടെ 10ാം സ്ഥാനാരോഹണ വാർഷികവും ചുവന്നമണ്ണ് ഗലീലിയൻ സെന്ററിൽ നടന്നു. യാക്കോബായ സുറിയാനി സഭയുടെ പ്രാദേശിക തലവൻ ആബൂൻമോർ ബസേലിയോസ് തോമസ് പ്രഥമൻ കാത്തോലിക്ക ബാവയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന കൂദാശ കർമ്മത്തിൽ ഇടവക മെത്രാപ്പോലിത്ത ഡോക്ടർ ഏലിയാസ് മോർ അത്തനാസിയോസ്, സഭയിലെ മറ്റു മെത്രാപ്പോലിത്തമാർ, വൈദികർ എന്നിവർ സഹകാർമ്മികരായി. തുടർന്ന് പൊതുസമ്മേളനവും ക്രിസ്മസ് സന്ധ്യയും നടന്നു. മകന്റെ വിവാഹനാളിൽ പിതാവിന്റെ അപ്രതീക്ഷിത മരണം കുടുംബത്തോടൊപ്പം ബന്ധുക്കളെയും നാട്ടുകാരെയും ഒരുപോലെ തീരെ ദുഃഖത്തിലാഴ്ത്തി. കുന്നംകുളം തെക്കേപ്പുറം മൂത്താളി വീട്ടിൽ 61 വയസ്സുള്ള ബാലനാണ് ഞായറാഴ്ച പുലർച്ചെ 2ഓടെ ഹൃദയാഘാതം മൂലം മരിച്ചത്. ബാലന്റെ രണ്ടാമത്തെ മകൻ ബിനുവിന്റെ വിവാഹമായിരുന്നു ഞായറാഴ്ച നടത്താൻ നിശ്ചയിച്ചിരുന്നത്. ശനിയാഴ്ച രാത്രി കുന്നംകുളത്തുള്ള ഓഡിറ്റോറിയത്തിൽ ആഘോഷങ്ങളിൽ ബാലനും സജീവമായിരുന്നു. ഭക്ഷണം വിളമ്പാനും അതിഥികളെ സ്വീകരിക്കാനും എല്ലാം മുൻപന്തിയിൽ ഉണ്ടായിരുന്ന ബാലൻ കല്യാണത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കി ഞായറാഴ്ച പുലർച്ചെ 1:30 ശേഷമാണ് വീട്ടിലെത്തിയത്. തുടർന്ന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതോടെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇതോടെ വിവാഹ ചടങ്ങുകളെല്ലാം മാറ്റിവെച്ചു. വിവാഹ വീട് മരണവീടായതോടെ കല്യാണത്തിനെത്തിയ ബന്ധുക്കളും അതിഥികളും നാട്ടുകാരും കണ്ണീരിലായി. മുൻപ് കുന്നംകുളം നഗരത്തിലെ ഓട്ടോ ഡ്രൈവറായിരുന്നു ബാലൻ. ഇനി TCV ന്യൂസ് ക്യാമ്പയിൻ ചരിത്രവഴികളിലൂടെ. തൃശൂരിന്റെ ചരിത്രത്തിലേക്ക് വെളിച്ചം വിതറുന്ന വിളക്കുമാടമാണ് അഞ്ചുവിളക്ക്. ഒരു കാലത്ത് തൃശൂരിന്റെ പ്രക്ഷോഭങ്ങൾക്ക് വേദിയായിരുന്നത് ഈ വിളക്കുമാടവും പരിസരവുമായിരുന്നു. തൃശൂരിൽ കച്ചവട സംസ്കാരം കൊണ്ടുവരാനായി ക്രിസ്ത്യൻ കുടുംബങ്ങളെ ശക്തൻ തമ്പുരാൻ കൊണ്ടുവന്ന് പാർപ്പിച്ച പുത്തൻപേട്ടയ്ക്കും തൊട്ടപ്പുറത്തുള്ള പട്ടാള ക്യാമ്പിനും സമീപത്ത് ഹൈറോഡിനോട് ചേർന്ന കവലയാണ് അഞ്ചുവിളക്ക് ജംഗ്ഷനായി മാറിയത്. നഗരത്തിലേക്ക് പ്രവേശിക്കുന്നവർക്ക് വഴി കാണാൻ സ്ഥാപിച്ച ഈ വിളക്കുമാടത്തിന്റെ ആദ്യ അവകാശി സമീപത്തുണ്ടായിരുന്ന ഫ്രാൻസിസ് എന്നുപേരുള്ള ഒരു മിലിറ്ററി ഡോക്ടറായിരുന്നു. പകൽ സമയങ്ങളിൽ പട്ടാളക്കാരെ പരിശോധിക്കുന്ന ഡോക്ടർ രാത്രിയിൽ നാട്ടുകാരെയും ചികിത്സിച്ചു. തന്റെ രോഗികൾക്ക് വെളിച്ചത്തിനായി ഡോക്ടറാണ് ഇവിടെ ആദ്യമായി വിളക്ക് നാട്ടിയത്. ആ വിളക്കാണ് പിന്നീട് നഗരത്തിന്റെ പൊതുവിളക്കും തൃശൂരിന്റെ ചരിത്രത്തിന്റെ വിളക്കുമാടവുമായി മാറിയത്. അഞ്ചുവിളക്കിൽ മണ്ണെണ്ണയൊഴിച്ച് തിരിയിട്ട് കത്തിച്ചിരുന്ന വിളക്കുകൾ 1926 മുതൽക്ക് ഗ്യാസ് ലൈറ്റിലേക്ക് മാറി. പിന്നീട് മുനിസിപ്പാലിറ്റി വൈദ്യുതി വിതരണം സ്വന്തമാക്കിയപ്പോൾ അഞ്ചുവിളക്ക് ഇലക്ട്രിക് ലൈറ്റുകളായി മാറി. ഒട്ടേറെ പ്രക്ഷോഭങ്ങൾക്കും മുദ്രാവാക്യങ്ങൾക്കും വേദിയായിട്ടുള്ള സമരഭൂമികയാണ് ഇവിടം. ഇന്ന് കോർപ്പറേഷന് മുന്നിലേക്കും ഹെഡ് പോസ്റ്റ് ഓഫീസിന് സമീപത്തേക്കും കളക്ടറേറ്റിന് മുന്നിലേക്കും നടത്തിയിരുന്ന പ്രക്ഷോഭങ്ങളെല്ലാം ഒരു കാലത്ത് അഞ്ചുവിളക്ക് ജംഗ്ഷനിലേക്കായിരുന്നു ഒഴുകിയെത്തിയിരുന്നത്. പട്ടാള ക്യാമ്പും അപ്പോത്തിക്കരിയുമെല്ലാം മാറി അരിയങ്ങാടിയും ശവമഞ്ച കച്ചവടവുമെല്ലാം ഇവിടെ ഇടം പിടിച്ചപ്പോഴും അഞ്ചുവിളക്കിന്റെ സ്ഥാനത്തിന് കോട്ടം തട്ടിയില്ല. പഴയ പ്രാധാന്യവും പ്രൗഢിയും നഷ്ടമായെങ്കിലും മാറിയ കാലത്തിനു മുന്നിൽ മായാത്ത ഓർമ്മകളുടെ ദീപശിഖയുമേന്തി അഞ്ചുവിളക്ക് തൃശൂരിന്റെ ചരിത്ര സ്മാരകം കണക്കെ അവശേഷിക്കുകയാണിവിടെ. അർഹമായ പ്രാധാന്യം ലഭിക്കാത്തതിലുള്ള നിശബ്ദ പരിഭവങ്ങളുമായി. ന്യൂസ് ഡെസ്ക് TCV. കാറിടിച്ച് പരിക്കേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്നയാൾ മരിച്ചു. കുന്നത്തങ്ങാടി പൂപ്പാടി വീട്ടിൽ ജേക്കബിന്റെ മകൻ 43 വയസ്സുള്ള ജോസഫാണ് മരിച്ചത്. വീടിന് മുന്നിൽ നിന്നിരുന്ന ജോസഫിനെ 1.5 മാസം മുൻപ് നിയന്ത്രണം വിട്ട് പാഞ്ഞു വന്ന കാർ ഇടിക്കുകയായിരുന്നു. തുടർന്ന് കാർ നിർത്താതെ പോയി. തൃശൂർ വെസ്റ്റ് ഫോർട്ട് ആശുപത്രിയിലും പിന്നീട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ചികിത്സയിലായിരുന്നു. റവന്യൂ ജില്ലാ കലോത്സവ ഭക്ഷണ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച വൈകിട്ട് 4 മണിക്ക് കുന്നംകുളം ലോട്ടസ് പാലസിൽ പാലുകാച്ചൽ കർമ്മം നടക്കുമെന്ന് കൺവീനർ മുഹമ്മദ് അറിയിച്ചു. റവന്യൂ ജില്ലാ കലോത്സവത്തിന് 3-ന് തിരിതെളിയും. ഇരുവൃക്കകളും തകരാറിലായ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിക്ക് സ്വകാര്യ ബസ് ഡ്രൈവർ വൃക്ക നൽകി മാതൃകയാകുന്നു. തൃശൂർ മാറ്റാമ്പുറം റൂട്ടിലോടുന്ന സ്വകാര്യ ബസ്സിലെ ഡ്രൈവർ മാറ്റാമ്പുറം സ്വദേശി ജോസാണ് കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ മുഖാന്തിരം ഒരു വൃക്ക നൽകുന്നത്. പുന്നമ്പറമ്പ് സ്വദേശിനിയായ 9ാം ക്ലാസ് വിദ്യാർത്ഥിനി ശ്രീലക്ഷ്മിക്കാണ് വൃക്ക ദാനം ചെയ്യുന്നത്. 13-ന് എറണാകുളം ലേക്ക് ഷോർ ആശുപത്രിയിൽ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടക്കും. ഇടവേള. യമനിൽ ഭീകരർ തട്ടിക്കൊണ്ടുപോയ ഫാദർ ടോം ഉഴുന്നാലിനെ മോചിപ്പിക്കാൻ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് തൃശൂർ അതിരൂപത പ്രാർത്ഥനാ ദിനമായി ആചരിച്ചു. കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണ് അതിരൂപതയുടെ കീഴിലുള്ള ദേവാലയങ്ങളിലും സ്ഥാപനങ്ങളിലും പ്രാർത്ഥനാ ദിനം ആചരിച്ചത്. തൃശൂർ പടിഞ്ഞാറേക്കോട്ട് സെന്റ് ആൻസ് ദേവാലയത്തിൽ നടന്ന പ്രാർത്ഥനാ ദിനാചരണം ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ PTA-യുടെ ആഭിമുഖ്യത്തിൽ പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിൽ PTA-യുടെ പങ്ക് എന്ന വിഷയത്തിൽ തൃശൂരിൽ സെമിനാർ സംഘടിപ്പിച്ചു.
ജില്ലാ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ കെ സുമതി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ PTA പ്രസിഡന്റ് M അരവിന്ദാക്ഷൻ അധ്യക്ഷനായിരുന്നു. ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഡോക്ടർ KG രാധാകൃഷ്ണൻ ക്ലാസ് എടുത്തു. ജില്ലാ PTA ജനറൽ സെക്രട്ടറി ജോൺ J ഒല്ലുകാരൻ, ട്രഷറർ രാജ്കുമാർ മധു എന്നിവർ സംസാരിച്ചു. ആനപ്രേമികളുടെ നവമാധ്യമ കൂട്ടായ്മയായ കൂട്ടുകൊമ്പന്മാർ ഏർപ്പെടുത്തിയ മികച്ച ആന പാപ്പാനുള്ള പുരസ്കാര സമർപ്പണം തൃശൂരിൽ നടന്നു. വടക്കുന്നാഥ ക്ഷേത്രം ശ്രീമൂലസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ മികച്ച ആനപ്പാപ്പാനുള്ള കടുവവേലായുധൻ സ്മാരക കലാകേന്ദ്ര സേവനരത്നം അവാർഡ് ഉപ്പുമാക്കൽ സന്തോഷിന് മുൻ ദേശീയ ഫുട്ബോൾ താരം CV പാപ്പച്ചൻ സമ്മാനിച്ചു. വിദേശത്തേക്ക് പോകുന്ന എലിഫന്റ് സ്ക്വാഡ് പ്രവർത്തകൻ VB ആനന്ദന് ചടങ്ങിൽ യാത്രയയപ്പ് നൽകി. എലിഫന്റ് ഓണേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശശികുമാർ ആനന്ദിന് ഉപഹാരം നൽകി. തലയ്ക്ക് ഗുരുതരമായ അസുഖം ബാധിച്ച ചാലക്കുടി സ്വദേശിയായ പ്രണവ് എന്ന കുട്ടിക്ക് കൂട്ടായ്മയുടെ ചികിത്സാ സഹായം ചടങ്ങിൽ കൈമാറി. വടക്കുന്നാഥ ക്ഷേത്രം മാനേജർ ജഗദീഷ്, കൂട്ടുകൊമ്പന്മാർ പ്രവർത്തകരായ VT ശരത്, PS പ്രജീഷ്, സുജിത് തിരിയാട്ട് തുടങ്ങിയവർ പങ്കെടുത്തു. ഇനി കാഴ്ചവട്ടം. സംഭവബഹുലമായ 2016 വിട പറയുന്നത് വരൾച്ചയുടെയും സാമ്പത്തിക വരൾച്ചയുടെയും തീര ദുരിതങ്ങളുടെ മുന്നറിയിപ്പുകളോടെയാണ്. എല്ലാം ശരിയാകുമെന്ന മുദ്രാവാക്യത്തിൽ നിന്ന് ക്യാഷ്ലെസ് പോക്കറ്റ് എന്ന വൈരുദ്ധ്യാത്മക പ്രതിഭാസത്തിന്റെ പടിയിലെത്തി നിൽക്കുന്ന 2017 നിറം മങ്ങുന്ന കാഴ്ചകൾ കാണാം. കഴിഞ്ഞ വർഷത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ സംഭവവികാസം നിയമസഭാ തെരഞ്ഞെടുപ്പായിരുന്നു. UDFന്റെ മുദ്രാവാക്യം കേട്ട് നാം ആദ്യം കോരിത്തെരിച്ചു. ഭരണത്തുടർച്ചയ്ക്ക് വോട്ട് ചെയ്ത് എല്ലാ മന്ത്രിമാരെയും രക്ഷിക്കൂ. അഴിമതിയിൽ തിളങ്ങിയ സോളാർ കേസ്, അഹങ്കാരത്തിന്റെ പണക്കിഴികൾ ചാടിക്കളിച്ച ബാർക്കോഴ വിവാദങ്ങൾ, ഭൂമിദാന ഇഷ്ടദാന വിവാദങ്ങൾ, ഗ്രൂപ്പിസത്തിന്റെ സമനില തെറ്റിയ മദ്യനയ തമാശകൾ, സരിതാ നായർക്ക് ബഹുഭൂരിപക്ഷം പേരും ഫോൺ വിളിച്ച് ഭരിക്കാൻ മറന്നതിന്റെ നാറ്റക്കേസുകൾ. ഇതൊക്കെ മതിയല്ലോ ഭരണത്തുടർച്ചയ്ക്ക് വോട്ട് ചെയ്യാൻ. നന്നായി ഭരിക്കാനുള്ള അവസരം കളഞ്ഞുകുളിച്ച ഉമ്മൻചാണ്ടിയെക്കുറിച്ച് പുതുവർഷ പുലരിയിൽ നമ്മുടെ VD സതീശൻ പറഞ്ഞ കമന്റ് കൂടി കേട്ട് നമുക്ക് കുളിരുകോരാം. ഉമ്മൻചാണ്ടി കോൺഗ്രസിന്റെ സമ്പത്താണത്രേ. KPCCയുടെ കസേര കണ്ട് എന്തിനാ സതീശ പുളിക്കുന്നത് എന്ന് പലരും ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു. അങ്ങനെ എല്ലാവരും കൂടി എളുപ്പത്തിൽ LDFന്റെ കപ്പൽ കരക്കടിപ്പിച്ചു. ഒരുപാട് പൊല്ലാപ്പുകളുടെ ഭാണ്ഡങ്ങൾ ഉണ്ടായിട്ടും LDFനെ ഞെട്ടിച്ചുകൊണ്ട് 91 സീറ്റുമായി അധികാരം ലോട്ടറി അടിച്ചു. LDF വരും, എല്ലാം ശരിയാകും എന്ന് നാട് നീളെ ഫ്ലക്സ്. 6 മാസമായിട്ടും ഒന്നും അത്ര എളുപ്പത്തിൽ ശരിയാകുന്ന മട്ടുമില്ല. 2 മാസമായി റേഷൻ കടക്കാർ ഈച്ചയാട്ടിയിരിക്കുകയാണ്. റേഷൻ നിലച്ചിട്ടും ശരിയാക്കാമെന്ന ഒരു പ്രസ്താവന പോലുമില്ല. സർവത്ര മൗനം. കേന്ദ്രത്തെ പഴിച്ച് ഹല്ലേലൂയ പാടി നടക്കുന്ന മന്ത്രിമാർ. നിയമോപദേശകൻ MK ദാമോദരന്റെ പിൻവാങ്ങൽ, സാമ്പത്തികോപദേഷ്ടാവ് ഗീതാ ഗോപിനാഥിന്റെ സ്വീകാര്യതയില്ലായ്മ, സിവിൽ സർവീസ് തലപ്പത്തെ തമ്മിലടി, എവിടെയും സർക്കാരിന് കാഴ്ചക്കാരുടെ റോൾ. സ്വാശ്രയ ഫീസ് വർധന ശരിവെച്ച് തൊടുന്യായം. എല്ലാം ശരിയാക്കിയതാണ് കണ്ടത്. മാധ്യമപ്രവർത്തകരെ ആട്ടിയോടിച്ച ഹൈക്കോടതി അഭിഭാഷകരെ ഇതുവരെ നിലയ്ക്ക് നിർത്താനായിട്ടില്ല. എല്ലാം ശരിയായി. അതിനൊക്കെ ഇടയിലാണ് മോദി വക നോട്ട് അസാധുവാക്കൽ. ഇടിവെട്ടുകൊണ്ടവനെ പാമ്പ് കടിച്ചു എന്ന് കേട്ടിട്ടേയുള്ളൂ. 17.97 ലക്ഷം കോടി കറൻസികളിൽ 500,000 നോട്ടുകളായ 15.44 ലക്ഷം കോടി രൂപ ഒറ്റയടിക്ക് അസാധുവാക്കി. കള്ളപ്പണക്കാരെയും പാകിസ്ഥാനിലെ കള്ളനോട്ടടിക്കാരെയും ഭീകരവാദികളെയും മയക്കുമരുന്നുകാരെയും വേരറുക്കാനാണെന്ന മോദി പറഞ്ഞപ്പോൾ ജനം ആദ്യം പിന്തുണ നൽകി. പക്ഷേ 50 ദിവസം കഴിഞ്ഞിട്ടും എന്നും ക്യാഷ്ലെസ്. പിൻവലിച്ച പണത്തിന് പകരം സത്യസന്ധർക്ക് പണിയെടുത്ത കാശ് കൊടുക്കാൻ സംവിധാനമൊരുക്കാത്തതിനാൽ എന്നും ദുരിതം പടിവാതിൽക്കൽ തന്നെ. എലിയെ ചുടാനാണ് ഇല്ലം ചുട്ടത്. പക്ഷേ കള്ളപ്പണക്കാരായ എലികൾ ഇപ്പോഴും പുറത്ത്. വിദേശത്തെ കള്ളപ്പണക്കാരുടെ ലിസ്റ്റ് വന്നിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല. രാഷ്ട്രീയ പാർട്ടികൾക്ക് സ്രോതസ് വെളിപ്പെടുത്താതെ എത്ര കള്ളപ്പണവും നിക്ഷേപിച്ച് വെളുപ്പിക്കാം. കള്ളപ്പണവേട്ട ബഹുകേമം. സ്വദേശത്തെ കള്ളപ്പണക്കാരും കോടീശ്വരന്മാരും വൻകിട ബിസിനസ്സുകാരും ക്യൂ നിന്ന് വലയേണ്ട. സാധാരണക്കാരൻ ഇന്നും പണം ലഭിക്കാതെ ക്യൂവിൽ. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച പെട്ടെന്ന് പിന്നോട്ട് പോയി എന്നാണ് വിലയിരുത്തൽ. കള്ളപ്പണക്കാരെ തുരത്താൻ എന്തെല്ലാം മാർഗമുണ്ട്. സാധാരണക്കാരൻ വലിയ വില നൽകേണ്ടി വരുന്നത് മഹാകഷ്ടം. അതിനാലാണ് സർവ്വമേഖലയിലും 2017 പടിവാതിൽക്കൽ അസംതൃപ്തി ഫണം വിരിച്ചാടുന്നത്. കഴിഞ്ഞ നവംബർ 13 പാനാജിയിൽ മോദി നടത്തിയ പ്രസംഗം തമാശയ്ക്ക് ഒന്ന് ഓർക്കാം. ഡിസംബർ 30 വരെ നിങ്ങൾ കാത്തിരുന്നാൽ മതി.
നോട്ട് റദ്ദാക്കലിന്റെ പ്രശ്നങ്ങൾ അന്നത്തോടെ പരിഹരിക്കും. ഇല്ലെങ്കിൽ നിങ്ങൾക്കെന്നെ ശിക്ഷിക്കാം. ഡിസംബർ 30 കഴിഞ്ഞു. മോദി ഒന്നും പറഞ്ഞില്ല. നമുക്ക് ആരെ ശിക്ഷിക്കണം? എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. അനുബന്ധം: കറൻസി ക്ഷാമത്തെ തുടർന്ന് സാമ്പത്തിക പ്രതിസന്ധിയിലായ ആയുർവേദ മരുന്ന് കട നടത്തുന്ന വീട്ടമ്മ ചെമ്മണ്ണൂർ പക്ഷണത്ത് സദാനന്ദന്റെ ഭാര്യ രമ ഡിസംബർ 27 തീ കൊളുത്തി മരിച്ചത് നോട്ട് അസാധുവാക്കലിന്റെ കണ്ണീർ കാഴ്ചയാണ്. മോദിയുടെ ബജറ്റ് പ്രസംഗത്തിന് ഈ സങ്കടത്തിന് പരിഹാരമാവുമോ? തന്റെ വെളിപ്പെടുത്തലുകൾ കൊണ്ട് ഭൂകമ്പം ഉണ്ടാകുമെന്ന രാഹുലിന്റെ വെല്ലുവിളി കൊണ്ട് ഇത്തരം രക്തസാക്ഷികളെ രക്ഷിക്കാനാകുമോ? ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ 2017 കേൾക്കട്ടെ. എല്ലാവർക്കും പോക്കറ്റിൽ കാഷ് ഇല്ലാത്ത ക്യാഷ്ലെസ് പുതുവത്സരാശംസകൾ. പുതുവർഷപ്പിറവിയിലും കൂലിപ്പണിയെടുത്ത് അനാഥർക്ക് അന്നമൂട്ടുകയാണ് ചെറുതുരുത്തി സ്വദേശിനിയായ വീട്ടമ്മ വിജി. ചെറുതുരുത്തി ഇരട്ടക്കുളം കോളനിയിലെ വിജിക്ക് കയ്യിൽ കാശില്ലെന്നതും പിന്തുണയ്ക്കാൻ ജീവിത പങ്കാളി ഇല്ലെന്നുള്ളതും മാതൃകാപരമായ കാരുണ്യപ്രവർത്തനം നടത്താൻ തടസ്സമായില്ല. കൂലിപ്പണിയെടുത്ത് കിട്ടുന്ന പൈസയിൽ നിന്ന് ഒരു പങ്ക് മാറ്റിവെച്ചാണ് വിജി അനാഥർക്ക് അന്നമൂട്ടുന്നത്. വിജിയുടെ ഈ പുണ്യപ്രവൃത്തി കണ്ടറിഞ്ഞ് നാട്ടുകാരും ഇപ്പോൾ സഹായഹസ്തവുമായി എത്തുന്നുണ്ട്. ചെറുതുരുത്തി ഷൊർണൂർ പ്രദേശത്തുള്ള തെരുവോരങ്ങളിൽ കഴിയുന്ന അനാഥർക്കാണ് ഈ വീട്ടമ്മ സ്വന്തമായി പാചകം ചെയ്ത് അന്നമൂട്ടുന്നത്. മനസ്സിനെ മരവിപ്പിക്കുന്ന കാഴ്ചയാണ് വിജിയെ ഈ പ്രവൃത്തിക്ക് പ്രേരിപ്പിച്ചത്. പണിക്ക് പോയായിരുന്നു ഷൊർണൂര്. അപ്പോൾ പനിമാറ്റി വരുമ്പോൾ വേസ്റ്റ് കഴിക്കുന്നത് കണ്ടിട്ട് അപ്പോൾ ഞാൻ ചെന്നവരോട് പറഞ്ഞു, വേസ്റ്റ് വാരി കഴിക്കണ്ട, ഞാൻ പൈസ തരാം, നിങ്ങൾ പോയി എന്തെങ്കിലും മേടിച്ച് കഴിച്ചോളി പറഞ്ഞപ്പോൾ പൈസ ആയാലും ദൂരേക്ക് വലിച്ചെറിഞ്ഞിട്ട് എൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് വീണ്ടും ആ വേസ്റ്റ് വാരി കഴിക്കുന്നു, ചോറ് വാരി കഴിക്കുക മൂപ്പര്. അപ്പോൾ എനിക്ക് ആകെ വിഷമമായി. ഞാൻ വീട്ടിൽ വന്നിട്ട് ആലോചിച്ചിരിക്കുക. അപ്പോൾ കുട്ടികൾ എന്താ ആകെ ടെൻഷനായി ഇരിക്കുന്നു ചോദിച്ചപ്പോൾ ഞാൻ അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്യാം, അമ്മ ടെൻഷൻ ആവണ്ട പറഞ്ഞു മോള്. ഒരു ദിവസം വൈകുന്നേരം പണി കഴിഞ്ഞു മടങ്ങുമ്പോൾ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് അഴുക്കുചാലിൽ ആരോ വലിച്ചെറിഞ്ഞ ഭക്ഷണപ്പൊതി തുറന്ന് ആർത്തിയോടെ കഴിക്കുന്ന വയോധികനെ വിജി കണ്ടു. ഈ വേദനിപ്പിക്കുന്ന കാഴ്ച കണ്ട് സഹിക്കാനാവാതെ വിജി തനിക്ക് കിട്ടിയ കൂലി നൽകിയപ്പോൾ അയാൾ അത് നിരാകരിച്ചു. പൈസയല്ല, ഭക്ഷണമാണ് തനിക്ക് ആവശ്യമെന്ന് വൃദ്ധൻ വിജിയോട് പറഞ്ഞു. ഈ വാക്കുകൾ ഉൾക്കൊണ്ട വിജി പിന്നീട് തന്റെ കൂലിയുടെ പങ്കുകൊണ്ട് അനാഥർക്ക് അന്നമൂട്ടാൻ തീരുമാനിച്ച് മുന്നോട്ടു വരികയായിരുന്നു. പിറ്റേ ദിവസം തെരുവിലെ അനാഥരെ കണ്ട് അടുത്ത ഞായറാഴ്ച ചെറുതുരുത്തി കൊച്ചിൻ പാലത്തിനടിയിൽ വെച്ച് ഭക്ഷണം നൽകാമെന്ന് അറിയിച്ചു. ആ സമയത്തെ തന്റെ സമ്പാദ്യമായ 3000 രൂപയും ഇതിനായി വിജി മാറ്റിവെച്ചു. ആദ്യ ദിവസം 17 പേരാണെത്തിയത്. ഈ സേവന പ്രവൃത്തി മാസങ്ങൾ പിന്നിടുമ്പോൾ 50ഓളം അനാഥരായവർ ഭക്ഷണത്തിനായി ഇപ്പോൾ എത്തുന്നുണ്ട്. വീട്ടുകാരുടെ പിന്തുണയും നാട്ടുകാരുടെ സഹകരണവും തന്റെ പ്രവൃത്തിയിൽ മുന്നോട്ടു പോകാനുള്ള ഊർജം തരുന്നതായി വിജി പറയുന്നു. എല്ലാ ഞായറാഴ്ചകളിലുമാണ് വിജി ഇത്തരത്തിൽ അനാഥർക്ക് ഭക്ഷണം നൽകുന്നത്. ഇപ്പോൾ പലരും വിജിയുടെ ഈ നന്മയ്ക്ക് പ്രചോദനവുമായി മുന്നോട്ടെത്തുന്നുണ്ട്. TCV ന്യൂസ്, ചെറുതുരുത്തി. വിവാഹ സൽക്കാരത്തിൽ പങ്കെടുത്ത് തങ്ങളെ അനുഗ്രഹിക്കാനെത്തിയ അതിഥികൾക്ക് വധൂവരന്മാർ സമ്മാനമായി നൽകിയത് കടലാസുകൾ കൊണ്ടുണ്ടാക്കിയ പേന. വിത്തൊളിപ്പിച്ചുവെച്ച കടലാസുപേന പ്രകൃതി സ്നേഹത്തിന്റെ സന്ദേശം പകർന്നത് കൗതുകമായി. ഉപയോഗം കഴിഞ്ഞ് വലിച്ചെറിഞ്ഞാൽ ഔഷധഗുണമുള്ള അഗസ്ത്യമരമായി വളർന്ന് ഭൂമിക്ക് വരമാകുന്ന പേനയായിരുന്നു വിവാഹ സമ്മാനം. തൃശൂർ HNC ബുക്സ് മാനേജിംഗ് ഡയറക്ടർ വർഗീസ് തെക്കേക്കരയുടെ സഹോദരി തൃശൂർ ഗവൺമെന്റ് ലോ കോളേജ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ മേഴ്സി തെക്കേക്കരയുടെ മകൾ മേരിയുടെയും തിരുവല്ല സ്വദേശി അമിത്തിന്റെയും വിവാഹ സൽക്കാരത്തിൽ പങ്കെടുക്കാനെത്തിയവർക്കാണ് പെൻ വിത്ത് ലൈഫ് എന്ന സന്ദേശവുമായി ഉള്ളിൽ വിത്തടങ്ങിയ പേപ്പർ പെൻ സമ്മാനമായി നൽകിയത്. കടലാസ് കൊണ്ട് നിർമ്മിച്ച പേന ഉപയോഗം കഴിഞ്ഞ് വലിച്ചെറിഞ്ഞാലും അത് പ്രകൃതിക്ക് ദോഷമാകാതെ നശിച്ചുപോകും. എന്നാൽ പേനയ്ക്കുള്ളിലെ വിത്ത് വളർന്ന് പന്തലിച്ച് പ്രകൃതിക്കും മനുഷ്യനും ഏറെ ഗുണകരമായ അഗസ്ത്യമരമാകുമെന്നതാണ് പ്രത്യേകത. പ്രകൃതി സംരക്ഷണത്തിന്റെ സന്ദേശം പകർന്ന് വധൂവരന്മാർ ഇത്തരത്തിൽ 1500ഓളം വിത്തുകളോടുകൂടിയ പേനകളാണ് അതിഥികൾക്ക് സമ്മാനിച്ചത്. നവവധൂവരന്മാർ സമ്മാനിച്ച പേനകളെല്ലാം ഇനി 1500 അഗസ്ത്യമരങ്ങളായി വളർന്ന് ഭൂമിയുടെ വരങ്ങളായി മാറും. TCV ന്യൂസ്, തൃശൂർ. കളരിക്കുറുപ്പ് കളരിപ്പണിക്കർ സമുദായാംഗങ്ങളുടെ കലാസാംസ്കാരിക കൂട്ടായ്മയായ ശ്രുതിലയ വിവിധ പരിപാടികളോടെ തൃശൂരിൽ നടന്നു. സാഹിത്യ അക്കാദമി ഹാളിൽ നടന്ന സംഗമം കൃഷിവകുപ്പ് മന്ത്രി VS സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു.
സാഹിത്യ അക്കാദമി പ്രസിഡന്റ് വൈശാഖൻ മുഖ്യാതിഥിയായിരുന്നു. സംഘടനാ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ബി ജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് മണി മരത്താക്കര, ജനറൽ സെക്രട്ടറി സന്ദീപ് ആർ കുറുപ്പ്, ജില്ലാ സെക്രട്ടറി അനിൽകുമാർ, പ്രോഗ്രാം കൺവീനർ CB വിജയരാഘവൻ തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ഇടവേള. പാറമേക്കാവ് ക്ഷേത്രത്തിലെ വേലയോടനുബന്ധിച്ചുള്ള ദേശപ്പാട്ടുകൾക്ക് തുടക്കമായി. ഞായറാഴ്ച വെളിയന്നൂർ ദേശത്തിന്റെ ദേശപ്പാട്ടാണ് നടന്നത്. ചോറ്റാനിക്കര സുഭാഷ് നയിച്ച പഞ്ചവാദ്യം അരങ്ങേറി. പത്മശ്രീ പെരുവനം കുട്ടന്മാരാർ നയിച്ച മേളത്തിന്റെയും 3 ആനകളുടെയും അകമ്പടിയോടെ എഴുന്നള്ളിപ്പ് നടന്നു. 2ാം ദിനമായി തിങ്കളാഴ്ച ചെമ്പുക്കാവ് ദേശത്തിന്റെ ദേശപ്പാട്ട് നടക്കും. തുടർന്ന് കൂർക്കഞ്ചേരി, കിഴക്കമ്പാട്ടുകര, പാറമേക്കാവ് പിള്ളേർപ്പാട്ട് എന്നീ ദേശക്കാരുടെ പാട്ട് അരങ്ങേറും. വെള്ളിയാഴ്ചയാണ് പാറമേക്കാവ് വേല. നൊസ്റ്റാൾജൈസ് പ്രൊഡക്ഷന്റെ ബാനറിൽ ഡോക്ടർ മുകേഷ് മുകുന്ദൻ നിർമ്മിച്ച മഞ്ഞിൽ മാഞ്ഞ മഴവില് എന്ന ആൽബത്തിന്റെ പ്രകാശനം തൃശൂരിൽ നടന്നു. വൈലോപ്പിള്ളി ഹാളിൽ നടന്ന ചടങ്ങ് സാഹിത്യ അക്കാദമി പ്രസിഡന്റ് വൈശാഖൻ ഉദ്ഘാടനം ചെയ്തു. ചലച്ചിത്ര താരം ക്യാപ്റ്റൻ രാജു മുഖ്യാതിഥിയായിരുന്നു. ആൽബത്തിനായി ഗാനരചന നിർവഹിച്ച ഡോക്ടർ കവിത മുകേഷ്, ആൽബത്തിന്റെ സംവിധായകൻ സുഭാഷ് തിരുവില്ലോമല, കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ആൽബത്തിന്റെ CD പ്രകാശനം വിശിഷ്ടാതിഥികൾ ചേർന്ന് നിർവഹിച്ചു. തുടർന്ന് ആൽബത്തിന്റെ പ്രദർശനവും നടന്നു. പുതുവർഷ പുലരിയിൽ ഗുരുവായൂരപ്പന് മുന്നിൽ നാഗസ്വര തവിൽ വാദകരും ആസ്വാദകരും ചേർന്ന് നടത്തിയ നാദോപാസനയായ നാദബ്രഹ്മോത്സവം ഹൃദ്യമായി. തുടർച്ചയായി 6ാം തവണയാണ് ക്ഷേത്രസന്നിധിയിൽ നാദബ്രഹ്മോത്സവം നടക്കുന്നത്. ഞായറാഴ്ച പുലർച്ചെ ക്ഷേത്രത്തിൽ നിന്ന് നാഗസ്വരത്തിന്റെ അകമ്പടിയോടെ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിലേക്ക് ദീപം എഴുന്നള്ളിച്ചു. തുടർന്ന് 1 മണിക്കൂറോളം പ്രശസ്ത നാഗസ്വര തവിൽ വാദകർ ചേർന്ന് മംഗളവാദ്യ സമർപ്പണം നടത്തി. വിവിധ മേഖലകളിൽ പ്രശസ്തരായ കലാമണ്ഡലം ഗോപി, വളയപ്പെട്ടി AR സുബ്രഹ്മണ്യം, ചൊവ്വലൂർ കൃഷ്ണൻകുട്ടി എന്നിവർക്ക് 1 പവൻ സുവർണമുദ്രയും 5000 രൂപ ക്യാഷ് അവാർഡും നൽകി ആദരിച്ചു. KV അബ്ദുൾ ഖാദർ MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ പ്രൊഫസർ PK ശാന്തകുമാരി അധ്യക്ഷത വഹിച്ചു. പുതുവർഷ പുലരിയിൽ കണ്ണനെ കണി കാണാൻ താരനിര. താരദമ്പതികളായ ജയറാം, ഭാര്യ പാർവതി, നടൻ ദിലീപ്, ജയഭാരതി എന്നിവരാണ് ഗുരുവായൂരിൽ ദർശനം നടത്തിയത്. ജയറാമും പാർവതിയും ഞായറാഴ്ച പുലർച്ചെ നിർമ്മാല്യ ദർശനത്തിനാണ് എത്തിയത്. ഇനി വാണിജ്യം. ICL ഫിൻകോർപ്പിന്റെ പുതിയ സംരംഭമായ സ്നോവ്യൂ ടെക്സ് കളക്ഷൻ ഇരിങ്ങാലക്കുടയിൽ പ്രവർത്തനം ആരംഭിച്ചു. മിനി സ്ക്രീൻ താരങ്ങളായ ഗായത്രി അരുണും സ്നേഹയും ചേർന്ന് സ്നോവ്യൂ ടെക്സ് കളക്ഷന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ICL ഗ്രൂപ്പ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ KG അനിൽകുമാർ, CEO ഉമ അനിൽകുമാർ എന്നിവർ ഭദ്രദീപം തെളിയിച്ചു. യുവത്വത്തിന്റെ വസ്ത്രസങ്കല്പങ്ങളിൽ വ്യത്യസ്തത നിറയ്ക്കുന്ന ട്രെൻഡി ഡിസൈനർ വസ്ത്രങ്ങളും ഇന്ത്യൻ വിദേശ ഡ്രസ് മെറ്റീരിയൽസും സ്നോവ്യൂ കളക്ഷനിൽ ഒരുക്കിയിട്ടുണ്ട്. പ്രൊഫഷണൽ ഫാഷൻ ഡിസൈനർമാരുടെ സേവനവും ഡിസൈനർ സ്റ്റിച്ചിങ്ങും ഇവിടെ ലഭ്യമാണ്. പരമ്പരാഗത ഫാബ്രിക് ക്രാഫ്റ്റുകളായ കലംകാരി, ജയ്പൂർ പ്രിന്റ്, ചന്തേരി എന്നിവയുടെ അപൂർവ കളക്ഷനുകളും സ്നോവ്യൂ ഉപഭോക്താക്കൾക്ക് സമ്മാനിക്കുന്നു. ഓൺലൈൻ ഷോപ്പിംഗ് സേവനവും വിവിധ സമ്മാന പദ്ധതികളും ഒരുക്കിയാണ് സ്നോവ്യൂ കളക്ഷൻ പുതുവർഷത്തിൽ സജ്ജരാകുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് 0480-282-0322. ഓൺലൈൻ ഷോപ്പിംഗിന് www.snowviewonline.com. പ്രധാന വാർത്തകൾ വീണ്ടും. പുതുവർഷ പുലരിയിൽ ഇന്ധനവില വർദ്ധിപ്പിച്ചത് സാധാരണക്കാർക്ക് തിരിച്ചടിയായി. ബസ് ഉടമകൾ സമരത്തിനൊരുങ്ങുന്നതിനിടെ ഇന്ധനവില വീണ്ടും വർദ്ധിപ്പിച്ചത് പ്രതിഷേധത്തിനിടയാക്കി. ATMകളിൽ നിന്ന് 4500 രൂപ പിൻവലിക്കാമെന്ന പ്രഖ്യാപനം പൂർണ്ണമായും നടപ്പിലായില്ല. നോട്ട് നിയന്ത്രണത്തിന്റെ ആഘാത പഠനവുമായി CITU ജില്ലാ കമ്മിറ്റി രംഗത്ത്. ആഘോഷത്തോടെയും ആവേശത്തോടെയും പ്രതീക്ഷ നിറഞ്ഞ പുതുവത്സരത്തെ വരവേറ്റു. നോട്ട് ക്ഷാമം ഉടനെങ്ങും തീരില്ലെന്ന ആശങ്കയിൽ ജനങ്ങൾ. പുതുവത്സര ആഘോഷത്തോടനുബന്ധിച്ച് മദ്യപിച്ച് വാഹനമോടിച്ച 150ഓളം പേർ പോലീസ് പിടിയിലായി. ഏറ്റവും കൂടുതൽ പേർ പിടിയിലായത് തൃശൂർ ഈസ്റ്റ് സ്റ്റേഷൻ പരിധിയിൽ. ഇതോടെ ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.